ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിൽസ് ഒക്കെ അതിന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കാനായിട്ട് മേടിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുന്ന സമയത്ത് ആ എണ്ണ കേടായി പോകാറുണ്ട്. അപ്പോൾ അത് എണ്ണയുടെ കറയൊക്കെ നല്ലതുപോലെ നീക്കം ചെയ്ത് ഇത് എങ്ങനെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇത് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബോട്ടിലാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അതിനകത്തോട്ട് കുറച്ച് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിനകത്തോട്ട് നല്ലതുപോലെ ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ കുറച്ച് ചൂട് കുറച്ചിട്ട് വെള്ളത്തിൻ്റെ ചൂട് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഉരുകിപ്പോവും. ഇതുപോലെ നല്ലതുപോലെ കുലുക്കി എടുത്തതിന് ശേഷം ഒരു 6 മണിക്കൂർ സമയത്തേക്കെങ്കിലും ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം. ഇതുപോലെ രാത്രിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഇതുപോലെ കുപ്പി ഗ്ലാസ്സിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സമയത്ത് അതിനകത്തൊരു മഞ്ഞ കറ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് എടുക്കുന്ന സമയത്തും അതിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ മങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ആക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പേസ്റ്റിൻ്റെ പല കളറുണ്ട്, അതൊന്നും എടുക്കാൻ പാടില്ല. വെള്ള കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്തോട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുക്കുക. സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രബ്ബർ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുകൊണ്ടിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഈ കുപ്പി ഗ്ലാസും ഈ പാത്രമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വെട്ടിത്തിളങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ കഴുകിയിട്ട് മാറ്റി വെച്ചിരുന്നാലും തന്നെ അതിന് നിറമൊക്കെ മങ്ങിയിട്ട് ഒരുമാതിരി ആകാറുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ലതുപോലെ പുതിയതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കഴുകി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ലതുപോലെ പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചില്ലിൻ്റെ കുപ്പി ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ബോട്ടിൽ ക്ലീൻ ചെയ്ത് കാണിക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു അരിയിൽ നല്ലതുപോലെ എണ്ണയുടെ പിശുക്കൊക്കെ അതിനകത്തോട്ട് വന്നിട്ടുണ്ടാവും. ഇത് നല്ലതുപോലെ ഇതുപോലെ 2-3 പ്രാവശ്യം വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് കുലുക്കി കൊടുക്കുക. കുലുക്കി കൊടുത്തതിന് ശേഷം പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ പത കളയേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകിയാലും ആ പത ഇതുപോലെ പതഞ്ഞ് പതഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ പൈപ്പിൻ്റെ ചോട്ടിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ പത ഇതുപോലെ പൊങ്ങി വന്നിട്ട് ആ പത പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബോട്ടിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ വേണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ച് ആ കുപ്പി നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലും കൂടെ കഴുകി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം കഴുകി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആ എണ്ണ പിശുക്കൊക്കെ മാറിയിട്ട് കുപ്പി നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ച് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.